നമസ്കാരം, ന്യൂസ് ഈവനിംഗിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷൊർണൂരിൽ പിഞ്ചുമക്കളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മാതാവിന് ജീവപര്യന്തം തടവ്. പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് നെടുങ്ങോട്ടൂർ പരിയംതടത്തിൽ 24 വയസ്സുള്ള ദിവ്യയെ. 1 വയസ്സും 4 വയസ്സും പ്രായമുള്ള ആൺകുട്ടികളെ ദിവ്യ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് 2021 നവംബർ 14-ന്. ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയെന്ന കേസിൽ പ്രിന്റു മഹാദേവിനെ തേടി തൃശൂരിലെ BJP നേതാക്കളുടെ വീട്ടിൽ പോലീസ് പരിശോധന. നാക്കുപിഴവിന്റെ പേരിൽ BJP നേതാക്കളെയും പ്രവർത്തകരെയും കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമമെന്ന് B. ഗോപാലകൃഷ്ണൻ. BJP നേതാവിന്റെ കൊലവിളിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നു. ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം. ഒറ്റപ്പാലത്ത് തെരുവുനായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ നടപടികളുമായി നഗരസഭ. വിഷയം കൗൺസിൽ യോഗത്തിൽ പ്രധാന ചർച്ചയായി. തെരുവുനായ്ക്കൾക്ക് 2ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ചെയർപേഴ്സൺ. ഒറ്റപ്പാലത്ത് നഗരസഭാ സാംസ്കാരിക നിലയം നിർമ്മാണം പുരോഗമിക്കുന്നു. കെട്ടിട നിർമ്മാണം വിപുലമായ സൗകര്യങ്ങളോടെ. വാർത്തകൾ വിശദമായി. ഷൊർണൂരിൽ പിഞ്ചുമക്കളെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മാതാവിന് ജീവപര്യന്തം തടവും 500,000 രൂപ പിഴയും ശിക്ഷ. ഷൊർണൂർ നെടുങ്ങോട്ടൂർ പരിയംതടത്തിൽ 24 വയസ്സുള്ള ദിവ്യയെയാണ് പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത്. പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജ് R. വിനായകറാവുവാണ് വിധി പറഞ്ഞത്. 2021 നവംബർ 14-ന് പുലർച്ചെ 1 മണിയോടെയാണ് ഷൊർണൂരിൽ ദാരുണ സംഭവമുണ്ടായത്. കിടപ്പുമുറിയിൽ ദിവ്യക്കൊപ്പം ഉറങ്ങുകയായിരുന്ന 1 വയസ്സും 4 വയസ്സും മാത്രം പ്രായമുള്ള 2 ആൺകുട്ടികളെ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ഇതിനുശേഷം ദിവ്യ കൈയിൻ്റെ ഞരമ്പ് മുറിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. രക്തം വാർന്ന നിലയിൽ കണ്ടെത്തിയ ദിവ്യയെ ബന്ധുക്കൾ ആശുപത്രിയിലെത്തിച്ചു. പിന്നീടാണ് കുട്ടികൾ കൊല്ലപ്പെട്ട കാര്യം ബന്ധുക്കൾ അറിയുന്നത്. അന്നത്തെ ഷൊർണൂർ സർക്കിൾ ഇൻസ്പെക്ടർ PM ഗോപകുമാർ, സബ് ഇൻസ്പെക്ടർ മധുസൂദനൻ എന്നിവരാണ് അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ ഗവൺമെൻറ് പ്ലീഡർ P. മുരളീധരൻ ഹാജരായി. 27 സാക്ഷികളെ വിസ്തരിച്ചു. 31 രേഖകൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയെന്ന കേസിൽ പ്രിന്റു മഹാദേവിനെ തേടി തൃശൂരിലെ BJP നേതാക്കളുടെ വീട്ടിൽ പോലീസ് പരിശോധന. വെള്ളിയാഴ്ച രാത്രി സ്വകാര്യ ചാനലിലെ ചർച്ചയിലാണ് BJP യുവ നേതാവ് പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസിനാസ്പദമായ പരാമർശം നടത്തിയത്. BJP സംസ്ഥാന സമിതി അംഗം സുരേന്ദ്രൻ ഐനിക്കുന്നത്തിൻ്റെ കിഴക്കുംപാട്ടുകരയിലെ വീട്ടിലും സഹോദരൻ ഗോപിയുടെ വീട്ടിലുമാണ് പോലീസ് പരിശോധന നടത്തിയത്. കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി സ്വകാര്യ ചാനലിലെ ചർച്ചയിലാണ് BJP യുവ നേതാവ് പ്രിന്റു മഹാദേവ് രാഹുൽ ഗാന്ധിക്കെതിരെ കേസിനാസ്പദമായ പരാമർശം നടത്തിയത്. രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്നായിരുന്നു പ്രസ്താവന. തുടർന്ന് വിഷയത്തിൽ നിയമ നടപടി ആവശ്യപ്പെട്ട് KPCC സെക്രട്ടറി അഡ്വക്കേറ്റ് CR പ്രാണകുമാർ, KSU ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ ഉൾപ്പെടെയുള്ളവർ സംസ്ഥാന പോലീസ് മേധാവിക്കടക്കം പരാതി നൽകിയിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരാമംഗലം പോലീസ് കഴിഞ്ഞ ദിവസം പ്രിന്റു മഹാദേവിനെതിരെ കേസെടുത്തിരുന്നു. പ്രിന്റുവിൻ്റെ പ്രസ്താവന അതീവ ഗൗരവമുള്ളതാണെന്നും വധഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് അടിയന്തരമായി അന്വേഷിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെടുന്നു. പരാതിക്ക് പിന്നാലെ തന്നെ പ്രിന്റുവിനെതിരെ പേരാമംഗലം പോലീസ് കേസെടുത്തിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചാനൽ ചർച്ചയിലെ നാക്കുപിഴവിൻ്റെ പേരിൽ BJP പ്രവർത്തകരെയും നേതാക്കളെയും കേസിൽ കൊടുക്കാനാണ് ശ്രമം നടക്കുന്നതെന്ന് B. ഗോപാലകൃഷ്ണൻ. നാക്കുപിഴവിന് കേസെടുക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധിക്കെതിരെയും കേസെടുക്കണമെന്ന് ഗോപാലകൃഷ്ണൻ തൃശൂരിൽ ആവശ്യപ്പെട്ടു. നാക്കുപിഴവിൻ്റെ പേരിൽ കേസെടുക്കുകയാണെങ്കിൽ VD സതീശനെതിരെയും പിണറായി വിജയനെതിരെയും കേസെടുക്കണമെന്ന് B. ഗോപാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. പ്രിന്റു മഹാദേവിനെ പാർട്ടി വക്താവ് സ്ഥാനത്തു നിന്ന് മാറ്റി. പിന്തുണയല്ലല്ലോ, അയാളുടെ പേരിൽ കേസുണ്ട്. അയാൾക്ക് പിന്തുണ എന്ന് പറഞ്ഞു അയാൾക്ക് പിന്തുണ എന്ന് പറഞ്ഞാൽ അയാൾ രാഹുൽ ഗാന്ധിയോട് പറഞ്ഞതൊക്കെ ശരിയെന്നല്ലേ പിന്തുണ എന്ന് പറഞ്ഞാൽ? അല്ലല്ലോ. നമ്മൾ അയാൾക്കെതിരെ നടപടിയെടുത്തു. അതൊരു നാക്കുപിഴവാണ്. ശരിയാണോ ശരിയല്ല എന്നല്ല, അതൊരു നാക്കുപിഴവാണ്. നാക്കുപിഴവാകുന്ന പല കാര്യങ്ങളും ശരിയല്ലാത്തതുണ്ട്. അതുകൊണ്ട് അതിന് നാക്കുപിഴവാണ്. അതുകൊണ്ട് നമ്മൾ നടപടിയെടുത്തു അയാൾക്കെതിരെ. ഈ കേസിന്റെ പേരിൽ BJPക്ക് നേരെ റെയ്ഡിന് വന്നാൽ ഒരു കോൺഗ്രസുകാരനെയും വീട്ടിൽ കിടത്തിയുറക്കില്ലെന്നും B. ഗോപാലകൃഷ്ണൻ വെല്ലുവിളിച്ചു. കോൺഗ്രസുകാർ ഈ വിഷയത്തിൽ വല്ലാതെ തിളക്കേണ്ടെന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞു.
അപ്പം അങ്ങനെ രാഹുൽ ഗാന്ധിയെ പറയുമ്പോഴേക്കും പിണറായി വിജയൻ വല്ലാണ്ട് പൊള്ളണ്ട. പിണറായി വിജയൻ അങ്ങനെ പൊള്ളിയാൽ വേദനിക്കുന്നവരല്ല BJP. ഞങ്ങൾ കുറേ കണ്ടതാണ്. അതുകൊണ്ട് നല്ലതാണ്, ജനാധിപത്യ രീതിയിൽ മര്യാദയാണ് മര്യാദകേടാണെങ്കിൽ ചാണകവെള്ളവും ചൂലും എല്ലാം വീട്ടിലുണ്ട്. വളരെ കൃത്യമാണ് കാര്യങ്ങൾ. അതുകൊണ്ട് ആവശ്യമില്ലാത്തതിനൊന്നും വരണ്ട. ഒരൊറ്റ കോൺഗ്രസ് നേതാക്കന്മാരെ നമ്മൾ കടത്തി പൊറപ്പിക്കില്ല വീട്ടിൽ. ഞങ്ങൾക്കും അറിയാം ഈ പണിയൊക്കെ. അപ്പോൾ വല്ലാതെ ഓവർ സ്മാർട്ട് ആവണ്ട കോൺഗ്രസ്സുകാർ, നിയമസഭയിൽ കിടന്ന് തിളയ്ക്കണ്ട. ചാനൽ ചർച്ചയിലെ നാക്കുപിഴവിൻ്റെ പേരിൽ BJP പ്രവർത്തകരെയും നേതാക്കളെയും കേസിൽ കൊടുക്കാനുള്ള ശ്രമമാണിപ്പോൾ നടക്കുന്നതെന്നും ഗോപാലകൃഷ്ണൻ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. രാഹുൽ ഗാന്ധിക്കെതിരെ വധഭീഷണി നടത്തിയ RSS നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ് ആവശ്യമുന്നയിച്ച് ഷൊർണൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കുളപ്പുള്ളിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് TK ബഷീർ, DCC ഭാരവാഹികളായ TH ഫിറോസ് ബാബു, VKP വിജയനുണ്ണി, VK ശ്രീകൃഷ്ണൻ, TY ഷിഹാബുദ്ദീൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ വിജയപ്രകാശ് ശങ്കർ, പാലൊളി ഹുസൈൻ, ശിവപ്രകാശൻ മാസ്റ്റർ, മുരളി മാസ്റ്റർ, കൃഷ്ണദാസ്, ദാസ് ശങ്കർ, A ഉണ്ണികൃഷ്ണൻ, VG ശ്രീനിവാസൻ, TK ആഷിഖ്, MP സുശീൽ കുമാർ, ലീല, സുശീൽ കുമാർ, രാജു ചാക്കോ, താഹിർ അനങ്ങനടി, വിൻസെന്റ്, ശിവദാസ്, PK വേണുഗോപാൽ, TK സുരേഷ് കുമാർ, ജയഘോഷ്, രവീന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. നടത്തുന്ന പോരാട്ടങ്ങൾ ഇന്ന് വിരളി പിടിപ്പിച്ചിരിക്കുന്നത് ഈ രാജ്യത്തെ സംഘപരിവാർ. അവർ ഇന്നലകളിൽ രാജ്യത്ത് നടത്തിയ കൊള്ളറിച്ച് വോട്ട് കൊള്ളയെക്കുറിച്ച്, ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കടക്കൽ തുരങ്കം വെച്ചതിനെ കുറിച്ച് തുറന്നു പറയുന്ന രാഹുൽ ഗാന്ധി, ആ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചിലേക്ക് നിറയൊഴിക്കുമെന്ന് പറയുന്നത് ഇന്ന് സംഘപരിവാരമായി ചേരൽ വന്നിരിക്കുന്നത് പറയുകയാണ്. ഇന്ത്യ രാജ്യത്തെ മതേതര വിശ്വാസികളുടെ, ജനാധിപത്യ വിശ്വാസികളുടെ നെടുനായകത്വം ഏറ്റെടുത്തുകൊണ്ട് പോരാട്ടം നയിക്കുന്ന രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് പരസ്യമായി പറഞ്ഞിട്ട് അതിനെതിരെ കേസെടുക്കാൻ തയ്യാറാവാത്ത ഇവിടുത്തെ പിണറായിയുടെ സംഘി പോലീസ്, പിണറായി വിജയനും അദ്ദേഹത്തിന്റെ പോലീസും സംഘപരിവാറിന് വേണ്ടി വിടുവാനം ചെയ്യുമ്പോൾ ഞങ്ങളുടെ നേതാവിനെ സംരക്ഷിക്കാൻ ഞങ്ങൾക്കറിയാം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള വധഭീഷണിയിൽ പ്രതിഷേധിച്ച് പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രകടനം നടത്തി. മാത്തൂരിലായിരുന്നു പ്രതിഷേധ പ്രകടനം. പ്രകടനത്തിന് ശേഷം നടന്ന പ്രതിഷേധ യോഗം മുൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PR പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. പിരായിരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PK പ്രിയകുമാരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ ഇസ്മായിൽ പിരായിരി, പ്രസാദ് കണ്ണാടി, മാത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവിത മുരളീധരൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ K ഉദയപ്രകാശ്, പ്രീജ സുരേഷ്, കരുണാകരൻ കണ്ണാടി, നിഷാദ് കണ്ണാടി, കൃഷ്ണൻ പിരായിരി, AR പ്രേമദാസൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഒറ്റപ്പാലത്ത് തെരുവുനായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ നടപടികളുമായി നഗരസഭ. തെരുവുനായ്ക്കൾക്ക് 2ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി കൗൺസിൽ യോഗത്തിൽ ചെയർപേഴ്സൺ K ജാനകി ദേവി അറിയിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ K ജാനകി ദേവിയുടെ നേതൃത്വത്തിൽ ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗമാണ് അടിയന്തരമായി 2ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ നിർദ്ദേശം നൽകിയത്. പുതിയ സർവേ പ്രകാരം കണ്ടെത്തിയ 1075 തെരുവുനായ്ക്കളെ കുത്തിവയ്പ്പിന് വിധേയമാക്കും. അതേസമയം നായപിടുത്തക്കാരെ കിട്ടാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. ഇത് മറികടക്കാൻ മറ്റ് ജില്ലകളിലുള്ളവരെ കൂടി എത്തിക്കാനും ധാരണയായി. പൂളക്കുണ്ട 19 മൈൽ ഭാഗങ്ങളിൽ 3 പേർക്ക് നായയുടെ കടിയേറ്റതിന് പിന്നാലെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നത്. നേരത്തെ മായന്നൂർ പാലം പരിസരത്ത് 2 പേർക്ക് തെരുവുനായയുടെ കടിയേൽക്കുകയും ഇത് പേപ്പട്ടിയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. അന്ന് സർവേയിൽ കണ്ടെത്തിയ 921 തെരുവുനായ്ക്കളിൽ 526 എണ്ണത്തിന് പേവിഷ പ്രതിരോധ കുത്തിവയ്പ് നൽകിയിരുന്നു. 2ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ്പിനായി 3.5 ലക്ഷത്തോളം രൂപ അനുവദിക്കാൻ നഗരസഭാ കൗൺസിൽ യോഗം തീരുമാനിച്ചതായി ചെയർപേഴ്സൺ K ജാനകി ദേവി, വൈസ് ചെയർമാൻ K രാജേഷ് എന്നിവർ അറിയിച്ചു. പ്രദേശത്ത് ഈസ്റ്റ് ഒറ്റപ്പാലം, പൂളക്കുണ്ട്, പടിഞ്ഞാർക്കര സ്കൂൾ നിൽക്കുന്ന പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം തെരുവുനായയുടെ ആക്രമണം ഉണ്ടായി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തെരുവുനായ്ക്കൾക്ക് പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള വാക്സിനേഷൻ അടിയന്തരമായി നൽകണമെന്ന് ഇന്ന് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി തീരുമാനിച്ചു. നമുക്കുള്ളൊരു പ്രശ്നം
ഡോഗ് ക്യാച്ചേഴ്സ് ഇല്ല എന്നുള്ളതാണ്. നിലവിൽ ABC പ്രോഗ്രാം നടക്കുന്നിടത്താണ് അതിനുവേണ്ടിയാണ് ഡോഗ് ക്യാച്ചേഴ്സ് ഉള്ളത്. ഇപ്പോൾ 1075 തെരുവ് നായ്ക്കളാണ് പുതിയ സെൻസസ് പ്രകാരം നഗരസഭാ പ്രദേശത്തുള്ളത് എന്നും അതിലേതാണ്ട് 570ഓളം നായ്ക്കൾക്കാണ് വാക്സിനേഷൻ ആദ്യഘട്ടത്തിൽ ഈ മായന്നൂർ പാലം പരിസരത്ത് തെരുവ് നായ ആക്രമണം ഉണ്ടായതിനു ശേഷം നമ്മൾ ചെയ്തത്. രണ്ടാം ഘട്ടത്തിൽ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും പേവിഷബാധയ്ക്കെതിരായിട്ടുള്ള വാക്സിനേഷൻ ചെയ്യുന്നതിന് വേണ്ടി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അടിയന്തരമായി ഈ പ്രവൃത്തി ചെയ്യണം എന്ന് ഇന്ന് ചേർന്ന സ്റ്റിയറിംഗ് കമ്മിറ്റി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോങ്ങാട് മലയമ്പാടം വെള്ളരിത്തോട്ടം അത്തിക്കുണ്ടിൽ കോളനി റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് കനിവ് റബ്ബർ ടാപ്പേഴ്സ് അസോസിയേഷൻ ആവശ്യമുന്നയിച്ച് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി പ്രദേശത്ത് സായാഹ്ന ധർണ നടത്തി. റോഡിൻ്റെ ഒരു വശം ഇടിഞ്ഞ അവസ്ഥയാണ്. ഇതോടെ ഈ പ്രദേശത്തേക്കുള്ള ഗതാഗതം സ്തംഭിച്ചു. രോഗികളെ ആശുപത്രിയിലേക്ക് ചുമന്നു കൊണ്ടുപോകേണ്ട അവസ്ഥയാണിപ്പോൾ. മഴവെള്ളം കുത്തിയൊലിച്ചാണ് റോഡിൻ്റെ ഒരു വശം ഇടിഞ്ഞു വീണത്. വശം കെട്ടി അഴുക്കുചാൽ നിർമ്മിച്ചാൽ മാത്രമേ ഈ വഴി വാഹനങ്ങൾ കടത്തിവിടാൻ കഴിയൂ. കോങ്ങാട് പഞ്ചായത്ത് അധികൃതർ സ്ഥലം സന്ദർശിച്ച് പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് പ്രതിഷേധക്കാർ ആവശ്യപ്പെട്ടു. പഞ്ചായത്ത് 15-ാം വാർഡ് വെള്ളരിത്തോട്ടം അത്തിക്കുണ്ട് റോഡ്, മലയമ്പാടം അത്തിക്കുണ്ട് റോഡ് അനവധി വർഷങ്ങളായി മാറി മാറി ഓരോ ഭരണാധികാരികൾ വന്നിട്ടും ടാപ്പിംഗ് തൊഴിലാളികളെ കാണാതെ മറിഞ്ഞു പോകുന്ന 100-100ഓളം ടാപ്പിങ്ങേര് ഇവിടെ താമസിക്കുന്നുണ്ട്. അവർക്കൊരു ആസ്പത്രി പോകാൻ റോഡോ അല്ലെങ്കിൽ ഒരു വാഹനത്തിൽ രാത്രിയിൽ വരുവാൻ റോഡോ സജ്ജമല്ല. 100 മീറ്റർ പഞ്ചായത്ത് അവിടെ ഇവിടെ വന്ന് അവരുടെ രാഷ്ട്രീയ ഇതായിട്ട് അവർ പോകാമെന്നല്ലാതെ എവിടെയാണോ തളർച്ച അവിടെ നോക്കി ചെയ്യാൻ ഒരു രാഷ്ട്രീയ ഭരണവും ഉത്തരം വന്നു കഴിഞ്ഞിട്ട് ഇവിടെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ഇനി ഞങ്ങളുടെ ഈ KRT ടാപ്പിംഗ് തൊഴിലാളികൾ ഇവിടെ ഉന്നയിക്കുന്നത് ഞങ്ങൾ വസിക്കുന്ന ഭാഗത്ത് പഞ്ചായത്തിൻ്റെ വേണ്ടി വന്ന ഉപകാരങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു തരണം. ഞങ്ങൾക്ക് വേറെ രാഷ്ട്രീയപരമായിട്ടോ അങ്ങനെ ഒന്നുമില്ല. ഞങ്ങൾ ടാപ്പിംഗ് തൊഴിലാളി സ്വതന്ത്ര KRT കനിവ് ടാപ്പേഴ്സ് യൂണിയനാണ്. യൂണിയന് വേണ്ടിയുള്ള ഇത് ചെയ്യണം. പഞ്ചായത്ത് പ്രസിഡൻ്റായ വാർഡ് മെമ്പറായാലും ഞങ്ങൾക്ക് വിനീതമായി ഇത് ചെയ്തു തരണമെന്ന് ഈ ചാനലിലൂടെ കണ്ട് അവർ ശ്രദ്ധപ്പെടുത്തണമെന്നുള്ള ഞങ്ങളുടെ KRTൻ്റെ സംഘടന പ്രത്യേകമായി അവരോട് അഭ്യർത്ഥന. KRTA ജില്ലാ പ്രസിഡന്റ് MK സന്തോഷ് ധർണ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് PN സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി C സുന്ദരൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് നാരായണൻകുട്ടി തച്ചമ്പാറ, ജോയിന്റ് സെക്രട്ടറി M ചാമി, T അപ്പു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. നവരാത്രി വിപണിയിൽ കാർമേഘ മ്ലാനത. പൂജാസാധനങ്ങളുടെ വിലയിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് വലിയ വർധനയില്ലെങ്കിലും ഇടയ്ക്കിടെ പെയ്യുന്ന മഴ വഴിയോര വിപണിക്ക് തിരിച്ചടിയാണ്. കച്ചവടം മോശമാണെന്ന് സാക്ഷ്യപ്പെടുത്തുകയാണ് വർഷങ്ങളായി ഈ രംഗത്തുള്ള കച്ചവടക്കാർ. കഴിഞ്ഞ 3 വർഷക്കാലമായി പൊരി, അവിൽ, മലർ, പൊട്ടുകടല, കരിമ്പ് തുടങ്ങിയ പൂജാ സാധനങ്ങളിൽ വലിയ വിലവർധനവ് ഉണ്ടായിട്ടില്ലെങ്കിലും ഇത്തവണ പ്രതികൂല കാലാവസ്ഥയാണ് വില്ലനാകുന്നത്. നഗരത്തിൽ പൊതുവെ തിരക്ക് കുറവാണ്. ഇത് ഷൊർണൂരിലെ മാത്രം പ്രതിസന്ധിയല്ലെന്നും കേരളത്തിലെ എല്ലാ പ്രദേശങ്ങളിലും സമാനമായ പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ടെന്നും 50 വർഷത്തിലേറെയായി ഈ മേഖലയിൽ കച്ചവട രംഗത്തുള്ള മനിശ്ശേരി സ്വദേശി ശാന്തകുമാർ പറയുന്നു. ഈ പ്രാവശ്യത്തെ കച്ചവടമൊക്കെ പിന്നെ വളരെ മോശമായിട്ടാണ് കാണുന്നത്. അത് ഇവിടെ നിന്നല്ല, എല്ലാവിടെയും തന്നെ അതാണ്. സാധനങ്ങൾക്ക് പിന്നെ വില അധികം ഇതൊന്നുമില്ല. അതേ വില അതേ സാധനം, പക്ഷേ ഒന്നും അങ്ങനെ അങ്ങോട്ട് പിന്നെ മൂവിങ് ആവണില്ല. ഞാനിവിടെ ഒരു 50 വർഷമായിട്ടുണ്ട്, 54 വർഷമായി. അതങ്ങനെ തന്നെയാണ്. ഈ കൊല്ലം വളരെ മോശമായിട്ട് ആണ് ഇപ്പോൾ കാണുന്നത്. ഇടവിട്ട് പെയ്യുന്ന മഴയാണ് കച്ചവടത്തെ പ്രധാനമായി ബാധിക്കുന്നത്. ഈർപ്പം തട്ടിയാൽ പ്രതിസന്ധിയിലായ ഉൽപ്പന്നങ്ങളുടെ കച്ചവടമാണ്. അതുകൊണ്ട് തന്നെ വ്യാപാരികൾക്ക് വലിയ ജാഗ്രതയും ആവശ്യമാണ്. തുടർന്നുള്ള ദിവസങ്ങളിലെങ്കിലും കാലാവസ്ഥ അനുകൂലമായി കച്ചവടം പ്രതീക്ഷയ്ക്കൊത്തുയരുമെന്ന വിശ്വാസത്തിലാണ് വ്യാപാരികൾ. മഴ മാറി നിന്നാൽ പ്രതിസന്ധിക്ക് വലിയ രീതിയിൽ പരിഹാരമാകുമെന്ന് പൂജാസാധനങ്ങളുടെ കച്ചവടക്കാരനായ മനിശ്ശേരി സ്വദേശി കണ്ണൻ പറയുന്നു. ഞങ്ങൾ 10 വർഷത്തിന് മേലെ ഇപ്പോൾ മഴ കാരണം കച്ചവടം കമ്മിയാണ്. പഴയമായി കച്ചവടങ്ങളില്ല, വീടുകൾ കമ്മിയാണ്. ഔഷധത്തിന്റെ സീസണില്ല. അപ്പോൾ 5-2 കൊല്ലമായിട്ടാണ് ഇങ്ങനെ വിൽക്കണമായിരിക്കുന്നത്. ഇപ്പോൾ 2 കൊല്ലമായിട്ട് ഒരേ വിലയ്ക്കുന്ന കൂടിയിട്ടൊന്നും സാധനങ്ങൾ നമുക്ക് കൂടാന്നല്ലാണ്ട് പൊതുവെ കൂടിയിട്ടൊന്നും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം നഗരസഭാ സാംസ്കാരിക നിലയത്തിൻ്റെ നിർമ്മാണ പ്രവൃത്തി പുരോഗമിക്കുന്നു. രാഷ്ട്രീയ സാംസ്കാരിക പരിപാടികളെല്ലാം നടത്താൻ വിപുലമായ സൗകര്യങ്ങളോടുകൂടിയാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ഒറ്റപ്പാലം നഗരസഭാ മാർക്കറ്റ് ഷോപ്പിംഗ് കോംപ്ലക്സിന് സമീപത്തെ
62 സെന്റ് സ്ഥലത്താണ് സാംസ്കാരിക നിലയം ഉയരുന്നത്. 5.38 കോടി രൂപ വകയിരുത്തിയാണ് നിർമ്മാണം. സംസ്ഥാന സർക്കാർ ബജറ്റിൽ ഉൾപ്പെടുത്തിയാണ് സാംസ്കാരിക നിലയത്തിന് തുക അനുവദിച്ചത്. 2 നിലകളിലായി 1000 പേരെ ഉൾക്കൊള്ളുന്ന വിപുലമായ കെട്ടിടമാണ് നിർമ്മിക്കുന്നത്. പാർക്കിംഗ് ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും സാംസ്കാരിക നിലയത്തിലുണ്ടാകും. നേരത്തെയുണ്ടായിരുന്ന രൂപരേഖയിൽ നിന്ന് മാസ്റ്റർ പ്ലാൻ വന്നതോടുകൂടി സാംസ്കാരിക നിലയത്തിൽ മുൻഭാഗത്തെ യാർഡ്, ഓപ്പൺ എയർ ഗാലറി, പാർക്കിംഗ് എന്നിവ പുതുതായി കൂട്ടിച്ചേർത്തിട്ടുണ്ട്. നഗരത്തിൽ സമ്മേളനങ്ങളടക്കമുള്ള പരിപാടികൾ നടത്താൻ നഗരസഭ ഓപ്പൺ ഓഡിറ്റോറിയം മാത്രമാണുള്ളത്. ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഓഡിറ്റോറിയം ഇടുങ്ങിയതും പാർക്കിംഗ് സൗകര്യം ഇല്ലാത്തതുമാണ്. ഈ പോരായ്മകൾ മുന്നിൽ കണ്ടാണ് എല്ലാ സൗകര്യങ്ങളോടും കൂടിയ സാംസ്കാരിക നിലയമെന്ന പദ്ധതിക്ക് രൂപം കൊടുത്തത്. പ്രവൃത്തി വേഗത്തിലാക്കി പദ്ധതി പൂർത്തിയാക്കി നാടിന് സമർപ്പിക്കാനാണ് അധികൃതരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മങ്കര സർവീസ് സഹകരണ ബാങ്കിൽ ഏകദിന കർഷക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റ്, കണ്ണൂർ വെയർഹൌസ് ഡെവലപ്മെന്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നിവയുടെ നേതൃത്വത്തിലാണ് മങ്കര സർവീസ് സഹകരണ ബാങ്കിൽ ഏകദിന കർഷക ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചത്. ബാങ്ക് പ്രസിഡന്റ് CB ഉദയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. PP സദാശിവൻ അധ്യക്ഷത വഹിച്ചു. ICM കണ്ണൂർ ഫാക്കൽറ്റി ഈശ്വരമൂർത്തി ക്ലാസ് എടുത്തു. വ്യാപാരികളാണ് അത് ചെയ്യാറുണ്ട് അവിടുത്തെ ട്രാൻസാക്ഷൻ. അപ്പോൾ അവിടുത്തെ ട്രാൻസാക്ഷനെ കുറിച്ച് പറയാനുണ്ടെങ്കിൽ എന്താണ് അവിടുത്തെ ട്രാൻസാക്ഷൻ, എന്താണ് അവരുടെ പരിവർത്തനം? എന്തെങ്കിൽ ആരെങ്കിലും സാധനങ്ങൾ കൊണ്ടുപോയി അവിടെ വയ്ക്കും, കുറച്ച് ദിവസം അവിടെ വയ്ക്കും, പിന്നെ 1 മാസം 2 മാസം 3 മാസം 6 മാസം 1 വർഷം, പിന്നെ സാധനങ്ങൾ എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊണ്ടിരിക്കും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ, വാഹനം പോയി വരാനുള്ളതും അതേപോലെ തന്നെ സാധനങ്ങൾ അവിടെ ഇറക്കി വെക്കാനുള്ളത്, എടുക്കാനുള്ളത്, നമുക്ക് അതിനെക്കുറിച്ച് എല്ലാം അറിയില്ല. നമ്മളങ്ങനെ കണ്ടിട്ടുണ്ട്, അത്രയാണ്. പക്ഷെ അവിടെ എന്താണ് സംഭവം നടന്നുകൊണ്ടിരിക്കുന്നത്, അതിൽ യാരെല്ലാം അതിനെ യൂസ് ചെയ്യാൻ പറ്റും? KV ചെന്താമരാക്ഷൻ, സതീഷ് കുമാർ, KM മുരളീധരൻ, VC ആദം, MA മോഹൻദാസ്, KV രാജൻ, സുബൈദ എന്നിവർ പ്രസംഗിച്ചു. ബാങ്ക് സെക്രട്ടറി KB സുധീർ സ്വാഗതവും ഡയറക്ടർ TS അബ്ദുൽ മുത്തലിഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ അതിനൂതന മത്സ്യകൃഷി സംബന്ധിച്ച് ബ്ലോക്ക് പരിധിയിലെ തെരഞ്ഞെടുത്ത മത്സ്യകർഷകർക്ക് പരിശീലനം നൽകി. ദേശമംഗലം തലശ്ശേരിയിൽ സംഘടിപ്പിച്ച ആത്മാ ഫാം സ്കൂൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ ആത്മാ പദ്ധതിയുടെ ഭാഗമായി തലശ്ശേരി കുമ്മിണിവളപ്പിൽ അബ്ദുൾ റഹ്മാന്റെ കൃഷിയിടത്തിൽ ഫിഷറീസ് വകുപ്പ് പീച്ചി മത്സ്യഭവൻ വടക്കാഞ്ചേരി ക്ലസ്റ്റർ വഴി അനുവദിച്ച അതിനൂതന മത്സ്യകൃഷിയായ ബയോഫോക്ക് റൈസ്വേ സിസ്റ്റം എന്നിവയെക്കുറിച്ചാണ് തെരഞ്ഞെടുത്ത 25 മത്സ്യകർഷകർക്ക് പരിശീലനം നൽകിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയരാജ് അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ഇബ്രാഹിം, കൃഷി ഓഫീസർ റംസീന, സരിത, വാറു ജോസ്, ഡോക്ടർ KM അബ്ദുൽ സലാം തുടങ്ങിയവർ പ്രസംഗിച്ചു. മത്സ്യകർഷകർക്ക് ഫിഷറീസ് ഓഫീസർ A മുനീർ ക്ലാസ് എടുത്തു. തലശ്ശേരി LP സ്കൂൾ വിദ്യാർത്ഥികൾ കൃഷിയിടം പഠനത്തിൻ്റെ ഭാഗമായി സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. ഷൊർണൂരിൽ പിഞ്ചുമക്കളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ മാതാവിന് ജീവപര്യന്തം തടവ്. പാലക്കാട് ഫസ്റ്റ് അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷിച്ചത് നെടുങ്ങോട്ടൂർ പരിയംതടത്തിൽ 24 വയസ്സുള്ള ദിവ്യയെ. 1 വയസ്സും 4 വയസ്സും പ്രായമുള്ള ആൺകുട്ടികളെ ദിവ്യ തലയിണ കൊണ്ട് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് 2021 നവംബർ 14-ന്. ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിക്കെതിരെ കൊലവിളി പരാമർശം നടത്തിയെന്ന കേസിൽ പ്രിന്റു മഹാദേവിനെ തേടി തൃശൂരിലെ BJP നേതാക്കളുടെ വീട്ടിൽ പോലീസ് പരിശോധന. നാക്കുപിഴവിന്റെ പേരിൽ BJP നേതാക്കളെയും പ്രവർത്തകരെയും കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമമെന്ന് B ഗോപാലകൃഷ്ണൻ. BJP നേതാവിന്റെ കൊലവിളിക്കെതിരെ കോൺഗ്രസ് പ്രതിഷേധം തുടരുന്നു. ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധ പ്രകടനം. ഒറ്റപ്പാലത്ത് തെരുവു നായ്ക്കളുടെ ശല്യം അവസാനിപ്പിക്കാൻ നടപടികളുമായി നഗരസഭ. വിഷയം കൗൺസിൽ യോഗത്തിൽ പ്രധാന ചർച്ചയായി. തെരുവു നായ്ക്കൾക്ക് 2ാം ഘട്ട പ്രതിരോധ കുത്തിവയ്പ് നൽകാൻ മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകിയതായി ചെയർപേഴ്സൺ. ഒറ്റപ്പാലത്ത് നഗരസഭാ സാംസ്കാരിക നിലയം നിർമ്മാണം പുരോഗമിക്കുന്നു. കെട്ടിട നിർമ്മാണം വിപുലമായ സൗകര്യങ്ങളോടെ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.